ചില പ്രശ്നം നിറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചായിട്ടത് പരിസയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയാണ്. ഈശോ പറയുകയാണ്, പരിസയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായിട്ട് പോയി. പരിസയൻ ഈ ചുങ്കക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തോട് താൻ വലിയവനാണ്, നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് കുറെ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ ചുങ്കക്കാരൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ ദൈവമേ പാപി എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറത്തടിച്ചുകൊണ്ട് വിലപിച്ചു എന്ന് പറയുകയാണ്. ഈശോ പറയുകയാണ്, ഈ ചുങ്കക്കാരൻ പരിസയനേക്കാൾ നീതിമാനായിട്ട് ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ വലിയ നീതിമാനാണ് എന്ന് ദൈവത്തോട് പറയുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ ബലഹീനതകൾ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് ഇന്നത്തെ ലേഖനത്തിലെ പൗലോസിനെ നമ്മളോട് പറയുന്നത്. നമ്മുടെ ബലഹീനതയിലെ ആത്മാവ് നമ്മെ സഹായിക്കും. ദൈവസന്നിധിയിൽ എന്റെ ബലഹീനതകൾ നീ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് സഹായം ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് ഇന്നത്തെ വചനവായനകൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ടാണെങ്കിലോ നമ്മുടെ ബലഹീനതകളെ ഏറ്റു പറഞ്ഞിട്ട് ദൈവത്തിന്റെ സഹായം ചോദിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി